എല്ലാവർക്കും വീട് എന്നത് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണ്. പക്ഷേ അങ്ങനെ കൊട്ടിഘോഷിച്ച് കൊണ്ട് നടക്കുമ്പോഴും കണക്കുകൾ അതുമായി പൊരുത്തപ്പെട്ടു പോകുന്നതല്ല. അന്തി ഉറങ്ങാൻ പോലും വീടില്ലാതെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പതിനായിരങ്ങളുണ്ട്. 16,513 പട്ടികവർഗ കുടുംബങ്ങൾക്കാണ് സ്വന്തമായി വീടില്ലാത്തത്. 5,736 കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമി പോലുമില്ല. പട്ടികവർഗ കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങാനുള്ള ബജറ്റ് വിഹിതങ്ങളിൽ 9 വർഷങ്ങൾക്കിടെ ചെലവഴിച്ചത് 11% മാത്രമാണ്. ജനം ബ്രേക്കിംഗ്. പ്രജിത്ത് മോഹനൻ ചേരുന്ന വിവരങ്ങളുമായി. പ്രജിത്താണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. പ്രജിത്ത്, എല്ലാവർക്കും വീട് എന്നത് സർക്കാർ ഒരു നയമായി മുന്നോട്ട് വയ്ക്കുന്നു, അവിടെയും ഇവിടെയും ഒക്കെ അത് വിളിച്ചു പറയുകയും ചെയ്യുന്നു. പക്ഷെ കണക്കുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒട്ടും പൊരുത്തപ്പെടാത്ത അവസ്ഥ. പട്ടികവർഗ കുടുംബങ്ങളുടെ കാര്യം മാത്രം എടുക്കുമ്പോഴാണ് ഈ 10,000-കണക്കിന് പേരിങ്ങനെ വീടില്ലാതെ സംസ്ഥാനത്തുള്ളത്. പ്രജിത്ത്, അങ്ങനെ തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറച്ചു കാലമായി രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്താണെങ്കിലും ശരി, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണെങ്കിലും ശരി, അവശ്യ വിഭാഗങ്ങൾക്കായി തങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു. അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെയായി മുന്നോട്ട് പോകുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് സർക്കാർ പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച് അവകാശവാദങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോഴാണ് സംസ്ഥാനത്തെ പട്ടികവർഗ വിഭാഗങ്ങളുടെ സ്വന്തമായി വീടില്ലാത്തവരുടെയും സ്വന്തമായി വസ്തുവൊന്നുമില്ല, ഭൂമി പോലും ഇല്ലാത്തവരുടെയും ഒക്കെ ഈ വലിയ കണക്കുകൾ ഇങ്ങനെ പുറത്തു വരുന്നത്. 10,000 ഇപ്പോഴും തലചായ്ക്കാനൊരു ഇടമില്ലാതെ കഴിയുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. ഇതിലെ കണക്കുകളിലേക്ക് വരുമ്പോൾ തന്നെ സംസ്ഥാനത്ത് ആകെ 16,513 പട്ടികവർഗ കുടുംബങ്ങൾക്കാണ് സ്വന്തമായി വീടില്ലാത്തത്. ഇതിൽ 5,736 കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമി പോലുമില്ല എന്നുള്ളൊരു ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത്, സർക്കാർ കുറേ കാലമായി 2016 മുതലുള്ള കാലം നമ്മൾ എടുക്കുകയാണെങ്കിൽ എല്ലാ ബജറ്റിലും ഇത്തരത്തിൽ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വീട് വാങ്ങാനും ഭൂമി വാങ്ങാനും ഒക്കെയായി ബജറ്റ് വിഹിതം മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബജറ്റിൽ തുക അനുവദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ നാമമാത്രമായ പണം മാത്രമാണ് ചെലവഴിച്ചത് എന്നുള്ളതാണ്. ആകെ 433.39 കോടി രൂപ ഇത്തരത്തിൽ കഴിഞ്ഞ 2016-17 മുതൽ ഈ 2024-25 വരെയുള്ള കാലത്ത് അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ ആകെ ചെലവഴിച്ചത് ഏതാണ്ട് ആകെ 50,74 ലക്ഷം രൂപ മാത്രമാണ്. അതായത് ഈ ബജറ്റ് വിഹിതത്തിൻ്റെ 11% മാത്രമാണ് സംസ്ഥാന സർക്കാർ ഈ പറയുന്ന രീതിയിൽ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഭൂമി കണ്ടെത്താനായി ചെലവഴിച്ചത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. ആ തുക പൂർണ്ണമായും ചെലവഴിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഈ കണക്കുകൾ നമുക്ക് മുന്നിൽ ഉണ്ടാകുമായിരുന്നില്ല. ഈ പറയുന്ന പട്ടികവർഗ വിഭാഗങ്ങൾക്കെല്ലാം ഭൂമി വാങ്ങിച്ച് നൽകാൻ സർക്കാരിന് കഴിഞ്ഞില്ല. പക്ഷേ അപ്പോഴും അത് കെടുകാര്യസ്ഥതകൾ മൂലം ഈ രീതിയിൽ ആയിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് നമ്മൾ പറയേണ്ടത്. ഇപ്പോൾ ഈ ബജറ്റ് വിഹിതവുമായി ബന്ധപ്പെട്ട കണക്കുകളിലേക്ക് കുറച്ചുകൂടി ഉള്ളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഓരോ വർഷവും അനുവദിച്ച തുകയുടെ നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം 2016-17 45 കോടി അനുവദിച്ചതിൽ 1 രൂപ പോലും ചെലവഴിച്ചിട്ടില്ല. 2017-18 കാലത്ത് 47.31 കോടി രൂപ അനുവദിച്ച് അതിലും ചെലവഴിച്ച തുകകളുടെ കണക്കുകൾ കൃത്യമായി വ്യക്തമല്ല. അതുപോലെ 2018-19 കാലത്ത് 55 കോടി അനുവദിച്ചത് അതിലാകെ ചെലവഴിച്ചത് 5 കോടി മാത്രം. 2019 അങ്ങനെ 50 കോടി അനുവദിച്ചതിൽ 13 കോടി മാത്രം. അങ്ങനെ കണക്കുകൾ പറയുമ്പോൾ ഏറ്റവും അവസാനമായി 2024-25 കാലത്ത് 42 കോടി അനുവദിച്ചിട്ട് അതിൽ ചെലവഴിച്ചത് 1,23,28,231 രൂപ മാത്രം. അങ്ങനെ ഇത്രയധികം കുടുംബങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിലായി പട്ടികവർഗ കുടുംബങ്ങൾ സ്വന്തമായി വീടും ഭൂമിയും ഇല്ലാതെ കഴിയുമ്പോൾ അവർക്ക് ബജറ്റ് വിഹിതമായി മാറ്റിവെച്ച തുകയിൽ ഒരു കൃത്യമായി ചെലവഴിക്കാൻ പോലും സംസ്ഥാന സർക്കാരിന് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ വീഴ്ചയുടെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ പട്ടികവർഗ കുടുംബങ്ങളുടെ മാത്രം കണക്കെടുക്കുമ്പോഴാണ് നമ്മൾ ഈ 10,000-ങ്ങളിൽ നിൽക്കുന്നത്. ഒരു പക്ഷേ പട്ടിക ജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളുടെയും മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ട കുടുംബങ്ങളുടെയും ഒക്കെ സ്വന്തമായി വീടും ഭൂമിയും ഒന്നുമില്ലാത്തവരുടെ കണക്കെടുത്താൽ അത് ലക്ഷങ്ങൾ കടക്കും എന്നുള്ളതാണ് സംസ്ഥാനത്തെ സാഹചര്യം. അപ്പോഴും സർക്കാർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, അവശ്യ വിഭാഗങ്ങളെ തങ്ങൾ പുരോഗതിയിലേക്ക് ഉയർത്തി അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകിയെന്നൊക്കെ. ഓക്കെ, ശരി പ്രജിത്ത്.